ഹലോ ഗൈസ്, എവിടെയൊക്കെ മെറൈൻ വേൾഡ് എക്സ്പോ ഉണ്ട് അവിടെ ഞങ്ങൾ എത്തിയിരിക്കും. കാരണം മോൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ഫിഷസ് അണ്ടർ വാട്ടർ എക്സ്പോ. അങ്ങനെ നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ ഒരു എക്സ്പോ വന്നിട്ടുണ്ട്, അറബിക്കടലിലൂടെ ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ കാണിച്ചത് ഒരു ഷിപ്പിൻ്റെ ഒരു പാട്ടാണ്. ഷിപ്പിനെ സെയിൽ ചെയ്തിട്ട് നമ്മൾ ഷിപ്പിലൂടെയാണല്ലോ കടലിലേക്ക് പോവുക. അതിൻ്റെ പാർട്സിനെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല, അവൻ്റെ അച്ഛനറിയാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്തത് ഒരു റോബോട്ടിക് വേൾഡിലേക്കായിരുന്നു. ഇൻ ഫ്യൂച്ചർ വാട്ട് ഹാപ്പൻസ്, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തമായിരുന്നു ഇവിടെ കാണിച്ചത്. മൊത്തം റോബോട്ട്സിൻ്റെ ഡെമോ ആയിരുന്നു. അതിൽ സർവീസ് റോബോട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ റോബോട്ടുണ്ട്, മെഡിക്കൽ റോബോട്ടുണ്ട്, മിലിറ്ററി റോബോട്ടുണ്ട്. ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റിയ റോബോട്ടാണ്. അത് താനെ സെൻസ് ചെയ്ത് പ്ലേ ചെയ്യും, ഗെയിംസ് കളിക്കും, കുഞ്ഞിൻ്റെ കൂടെ കളിക്കാനുള്ള. ഇതൊക്കെ റോബോട്ട്സിൻ്റെ കൺട്രോൾ യൂണിറ്റ്സ് ആണ്. അതിൻ്റെ റോബോട്ട് സെൻസർ ഉണ്ട്, കൺട്രോൾ സിസ്റ്റം ഉണ്ട്, പിന്നെ അതിൻ്റെ പവർ സപ്ലൈ, കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം. ഞാനൊരു 10 വർഷം മുമ്പ് എൻ്റെ എൻജിനീയറിംഗ് പ്രോജക്റ്റ് റോബോട്ടിക്സിലായത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അതൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം എന്താ പറയുക, നല്ല സന്തോഷം തോന്നി. അങ്ങനെ അവിടെയുള്ള റോബോട്ട്സിനൊക്കെ അവർ കാണിച്ചു തരുന്ന പാറ്റേൺ വരയ്ക്കുന്നതും, പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കുന്ന, ഫുഡ് സെർവ് ചെയ്യുന്നതും, പിന്നെ ഇങ്ങനെ മൂവബിളായിട്ടുള്ള കുറേ എന്താ പറയുക സർവീസ് റോബോട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡെല്ലാം നമ്മളെ അടുത്തെത്തിക്കുന്നത്. ഇപ്പം ഹോട്ടലിലാണെങ്കിലും പിന്നെ പ്ലെയിനിലാണെങ്കിലും ഒക്കെ ഇനി ഈ റോബോട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ റോബോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഈ ഫ്രെയിംസൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഇവ ഫ്രെയിംസൊക്കെ വറുത്ത് കോരി കറക്റ്റ് പാകത്തിന് അവർ കുക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്നുണ്ട്. ജസ്റ്റ് അവരത് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ നമുക്ക് മോനൊക്കെ തന്നിട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മിലിറ്ററി പർപ്പസിനുള്ള റോബോട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഡ്രോൺ ഉണ്ടായിരുന്നു, പിന്നെ സാറ്റലൈറ്റ് വ്യൂ അതിൻ്റെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു, പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള നമ്മളെ ഫുൾ ബോഡി ചെക്കപ്പിൻ്റെ ഒരു റോബോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ റോബോട്ട്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് കണ്ട ഒരു റോബോട്ട് ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഒരു ഡോഗ് തന്നെ, അതിൻ്റെ ബോഡി ഡോഗിൻ്റെ ഷേപ്പിൽ ഡോഗ് ആക്കിയിട്ടുള്ളൊരു റോബോട്ട്. ഫ്യൂച്ചർ ഇനി ഇതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം എന്താ പറയുക, ഇനിയുള്ള കാലം ശരിക്കും ഈ ഡോഗ്സ് ഒന്നും ആയിരിക്കും, പെറ്റ്സിന് പകരമൊക്കെ റോബോട്ടിക് പെറ്റ്സ് ആയിരിക്കും. ബൈ ബൈ.